ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മെയ് 4 ശനിയാഴ്ച മുതൽ വൈദ്യുത വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് KEB. സംസ്ഥാനത്ത് ഒട്ടാകെയുള്ള ലോഡ് ഷെഡിംഗ് ഇല്ല. പകരം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന പ്രദേശങ്ങളിൽ പ്രാദേശിക ലോഡ് ഷെഡിംഗാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലാണ് ആദ്യമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഓരോ പ്രദേശങ്ങളിലെയും ചീഫ് എഞ്ചിനീയർമാരാണ് നിയന്ത്രണം സംബന്ധിച്ച് ചാർട്ട് തയ്യാറാക്കി ഉത്തരവ് ഇറക്കുന്നത്. വൈകിട്ട് 7 മണി മുതൽ പുലർച്ചെ 1 മണി വരെയുള്ള സമയത്താണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. പീക്ക് ആവശ്യകത കൂടിയ സ്ഥലങ്ങളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. നിലവിൽ മലബാറിലാണ് വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത്. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനായി പൊതുജനങ്ങൾക്ക് സ്വയം നിയന്ത്രണത്തിനുള്ള മാർഗനിർദ്ദേശവും KEB പുറത്തിറക്കിയിട്ടുണ്ട്. വീടുകളിൽ AC-യുടെ ഊഷ്മാവ് 26 ഡിഗ്രിക്ക് താഴെ പോകാതെ നോക്കുകയാണ് പ്രധാന നിർദ്ദേശം. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കുമെന്നും ഈ സമയം ഒഴിവാക്കിക്കൊണ്ട് ജലവിതരണത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ ജല അതോറിറ്റിയുടെ പമ്പിങ്ങും ക്രമീകരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ലിഫ്റ്റ് ഇറിഗേഷനുള്ള പമ്പുകളും ഈ സമയത്ത് പ്രവർത്തിക്കുവാൻ പാടില്ല. രാത്രി 9 മണി കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകളും ഓഫ് ചെയ്യണം. പീക്ക് ലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കണമെന്നുമാണ് KEB നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നലെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലെ മണ്ണാർക്കാട്, അലനല്ലൂർ, ഷൊർണൂർ, കൊപ്പം, കൂറ്റനാട്, ഒറ്റപ്പാലം, അലങ്ങോട്ടുകര, പട്ടാമ്പി, പത്തിരപ്പാല, കൊല്ലങ്കോട്, നെന്മാറ, വടക്കഞ്ചേരി, കൊടുവായൂർ, ചിറ്റൂർ, ഒലവക്കോട് വൈദ്യുത ഭവനം സ്റ്റേഷനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇവിടങ്ങളിൽ വൈകിട്ട് 7 മുതൽ പുലർച്ചെ 1 മണി വരെയാണ് വൈദ്യുത നിയന്ത്രണം ഉണ്ടായത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി സബ്സ്റ്റേഷനുകളിലും നിയന്ത്രണത്തിന് KEB ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. വൈകിട്ട് 7 മണി മുതൽ രാത്രി 1 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വൈദ്യുതി പോകുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്ന നിയന്ത്രണം ആവശ്യമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ മാത്രമായിരിക്കും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവുക. സംസ്ഥാനം ഒട്ടാകെയുള്ള ലോഡ് ഷെഡിംഗ് അല്ല, പ്രാദേശികമായ ലോഡ് ഷെഡിംഗ് ആണ് നടപ്പാക്കുന്നത്. ഇതിൻ്റെ 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമോ വേണ്ടയോ എന്ന് KEB പിന്നീട് നിശ്ചയിക്കും.